ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആശ്വാസനാഥം എന്ന ശുശ്രൂഷയുടെ 49ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവമേ സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുനാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ സെക്ഷനിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വചനം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യമാണ്. നിന്റെ ദൈവമായ കർത്താവിന് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഉത്തരം പറഞ്ഞെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ന്യായശാസ്ത്രി യേശുവിനോട് വരികക്കുന്നു. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു. യേശു അതോടൊരു മറുചോദ്യം ചോദിക്കുന്നു. അതിൻ്റെ മറുപടിയായിട്ട് ന്യായശാസ്ത്രി പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ പറഞ്ഞ വാക്യം ലൂക്കോസ് 10:27 പഴയ നിയമത്തിലെ 2 വാക്യങ്ങളുടെ ഒരു സമ്മേളനമാണ്. ആവർത്തന പുസ്തകം 6:5 ലേവ്യ പുസ്തകം 19:18 കൂടെ ചേർന്നുള്ള ഒരു ആശയമാണ് ഈ വചനം നമുക്ക് കിട്ടിയത്. പിന്നെ ഉത്തരം പറഞ്ഞപ്പോൾ കർത്താവ് നിന്റെ ഉത്തരം വളരെ ശരിയാണെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നീയും അങ്ങനെ തന്നെ ചെയ്തോളാൻ പറഞ്ഞു. ഉടനെ പുള്ളി തന്നെത്താൻ നീതീകരിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. ന്യായശാസ്ത്രി ചോദിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരൻ ആരാ? അവിടെയാണ് ലൂക്കോസ് സുവിശേഷം 10:30 മുതൽ 37 വരെയുള്ള ആ ഭാഗങ്ങളിൽ കർത്താവ് ഈ ശമരക്കാരൻ്റെ കഥ പറയുന്നത്. ശമരക്കാരൻ്റെ കഥ നമ്മൾ സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടം വരെ നമുക്കറിയാവുന്നൊരു കഥയാണ്, അല്ലേ? ഗുഡ് സമരിറ്റൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. എന്നാൽ ആ കഥ പഠിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഒന്ന് കാണുവാൻ കഴിയുന്നുള്ളതാണ് വേറെ വിഷയം, അല്ലേ? ആ കഥയിലെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഒരു യാത്രക്കാരനുണ്ട്, കള്ളന്മാരെന്ന് പറയുമ്പോൾ 2-ലധികം പേരുണ്ടെന്ന് വിചാരിക്കാം, അല്ലേ? കള്ളന്മാരുണ്ട്, പിന്നെ ഒരു ലേവ്യനുണ്ട്, ഒരു പുരോഹിതനുണ്ട്, പിന്നെ ഒരു ഈ ശമരക്കാരനുണ്ട്, ഒരു വഴിയമ്പലക്കാരനുണ്ട്, അല്ല, ഇങ്ങനെ കുറച്ച് പേരുണ്ട് ആ കഥയിൽ. അവർക്കൊക്കെ ഓരോ റോളുണ്ട് ആ കഥയിൽ. അത് അവരുടെ അനുഭവം വെച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ നമ്മൾ ആരാന്നൊന്ന് കാണാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ റോൾ ആരോ ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ആരാന്ന് തിരിച്ചറിയാൻ നമുക്ക് ആ കഥ വിവരിക്കുന്നുള്ളതാണ്. ഈ യെരുശലേമിൽ നിന്ന് എരികോയിലേക്കാണ് ഈ പുള്ളി യാത്ര ചെയ്തത്. യെരുശലേം നമുക്കറിയാം, ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സകലമാണ് യെരുശലേം എന്നുള്ളത്. ഏകദേശം 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇവിടെ നിന്ന് എരിഹോവിലേക്ക് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരു കഴുതയുടെ പുറത്ത് കയറി സഞ്ചരിച്ചാൽ ഏകദേശം ഒരു ദിവസത്തെ യാത്രയുണ്ട് പോലും യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക്. യെരുശലേമിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശമാണ് എരിഹോ എന്ന് പറയുന്നത്. അതിനെ ചന്ദ്രനഗരമെന്നും ഈന്ത് പട്ടണം എന്നൊക്കെ എരിഹോമിനെ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ യെരുശലേം നീതിസൂര്യൻ്റെ പട്ടണമാണല്ലേ. അവിടെ നിന്ന് ഇപ്പോൾ സ്വയം പ്രകാശം കഴിയാത്തതായ ചന്ദ്ര നഗരത്തിലേക്ക് ഒരുത്തൻ പോവുകയാണ്. ഈ എരിഹോവിന് മറ്റൊരു വിശേഷതയുണ്ട്. ഇതൊരു കാലഘട്ടത്തിൽ യോശുവയാൽ ശപിക്കപ്പെട്ട ഒരു പട്ടണമാണ്. യോശുവ 6:26 പഠിക്കുമ്പോൾ ഈ എരിഹോ പട്ടണത്തെക്കുറിച്ച് യോശുവ ശപിച്ചിട്ടുള്ളത് പട്ടണം കൂടിയാണ്, ശാപപട്ടണം കൂടിയാണ്. നമ്മൾ രാജാക്കന്മാരെ 1-ാം പുസ്തകം 6-ാം അധ്യായം 34-ാം വാക്യം പഠിക്കുമ്പോൾ ആ ശാപം അങ്ങനെ തന്നെ ഫലിച്ചതും കാണാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ ഈ യാത്രക്കാരൻ്റെ സ്വഭാവത്തെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ദൈവ സാന്നിധ്യം ഉള്ളിടത്തുനിന്ന്, ദൈവിക സംസർഗം ഉള്ളിടത്തു നിന്ന് അതില്ലാത്ത മറ്റൊരിടത്തേക്ക് യാത്ര പോയപ്പോഴാണ് ഇവൻ. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ വേണമെങ്കിൽ പിന്മാറ്റക്കാരെന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പുസ്തകം അങ്ങനെയൊന്നും പറയുന്നില്ല. നാളെ അയാളെ പിന്മാറ്റക്കാരൻ പറഞ്ഞൊന്നും ബഹളമാക്കിക്കരുത്. ഞാൻ പറഞ്ഞത് ദൈവസാന്നിധ്യം ഉള്ളിടത്തുനിന്ന്, അല്ലെങ്കിൽ അവിടെ ആ ദൈവസാന്നിധ്യം വിട്ടുപോകുന്ന ഒരു മനുഷ്യൻ, അത്ര ഞാൻ ചിന്തിച്ചോളൂ. ഓക്കെ. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവിക സംസർഗത്തിൽ നിന്ന് അകന്നു പോകുന്നതിനാൽ തന്നെ ദൈവിക സംരക്ഷണം നഷ്ടപ്പെടുത്തുകയാണ്. പിന്നത്തെ കൂട്ടുകാരാണ് കള്ളന്മാരാ. അവരുടെ സ്വഭാവം എന്താണ്? മറ്റുള്ളവരുടെ വസ്തുവകളെ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് അവകാശപ്പെട്ടതല്ല, പക്ഷെ അവർ തട്ടിയെടുക്കുക. ഈ കള്ളന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? മാനസാന്തരപ്പെട്ടവരുടെ കൂടുതൽ കള്ളന്മാരുണ്ടോ? ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാം. മാനസാന്തരപ്പെട്ടവരുടെ കൂടുതലുണ്ട്. മാനസാന്തരപ്പെട്ടവരെന്ന് പറയാൻ കഴിയില്ല മാത്രമേ ഉള്ളൂ. ഒരു സഭയിലെ ആടുകളെ വേറെ സഭയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക. ആട് മോഷ്ടിക്കുന്ന ഉപദേശിമാർ കണ്ടിട്ടുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ കൂടുന്ന ആളുകളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകണം. ചിലർക്ക് ലഭിക്കേണ്ട സ്ഥാനവും പദവിയും തട്ടിയെടുക്കുന്ന കള്ളന്മാരുണ്ട്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സ്ഥാനമാണ്, മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട പദവിയാണ്, അത് തട്ടിയെടുക്കുന്ന കള്ളന്മാരുണ്ട്. നമുക്ക് അവകാശപ്പെടാത്തതിനെ തന്ത്രങ്ങൾ മെനഞ്ഞ് തട്ടിയെടുക്കുന്നവരെ പറയുന്ന പേരാണ് കള്ളന്മാർ. അപ്പം നമ്മുടെ കൂടുതൽ അങ്ങനെയുള്ളവരുണ്ടോ സ്വന്തമായി ചിന്തിക്കണം. നിനക്ക് അവകാശപ്പെടാത്ത തട്ടിയെടുക്കാൻ പോകുന്നത് നീ കള്ളനാ അല്ലേ? ഓക്കെ, അവിടെ കൊണ്ട് വിടുക. പിന്നെ ഒരു കൂട്ടുകാരെന്ന് അറിയാവോ? പുരോഹിതനാ. അദ്ദേഹം തെറ്റൊന്നും ചെയ്ത് ഇവിടെ കാണുന്നില്ലല്ലേ? അർദ്ധപ്രാണനായിട്ടൊരു മനുഷ്യൻ കിടക്കുന്നു. അവനെ കണ്ടിട്ട് പുള്ളി തിരിഞ്ഞു നോക്കാതെ പോയി. ഈ കള്ളന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇതേ കുറിച്ച് കള്ളന്മാരെ മറ്റൊരാളെ മുറിവേൽപ്പിച്ചു, ഉപദ്രവിച്ചു, അയാളുടെ വസ്തുക്കളെല്ലാം തടിക്കൊണ്ട് പോയി. മറ്റുള്ളവരെ തുവാക്കൾ പറഞ്ഞ് മുറിപ്പെടുന്നവരൊക്കെ കള്ളൻ്റെ സ്വഭാവപ്പെട്ടവരാ അല്ലേ? വെറുതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകരുത്, മുറിപ്പെടുത്താൻ പോകരുത്. ഇവിടെ പുരോഹിതൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ മൈൻഡ് നമുക്ക് ഇങ്ങനെ പറയാം: എനിക്കാരെയും ഒന്നും വേണ്ട, എനിക്കുള്ളത് ഞാൻ ആർക്കും ഒന്നും കൊടുക്കുകയില്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാരില്ല നമ്മുടെ കൂടുതൽ. മറ്റുള്ളവരുടെ വസ്തുക്കൾ തട്ടിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചിലരെങ്ങനെയാണ്? എനിക്ക് ആരെയൊന്നും വേണ്ട, പക്ഷെ എനിക്കുള്ളതൊന്നും ഞാനെന്താ ആർക്കും കൊടുക്കത്തുമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തൊരു കാര്യത്തിൽ ചോദിച്ചാലും മതി പുള്ളി തരത്തില്ല. പുള്ളി നമ്മളോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. ആ ഒരു മൈൻഡാണ് ഇപ്പോൾ അതിനുണ്ടായിരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അതിൽ വന്ന ലേവിന. അദ്ദേഹത്തെ സംബന്ധിച്ചോളം തനിക്ക് മുമ്പേ നടക്കുന്ന പുള്ളിയെ താൻ കണ്ടിട്ടുണ്ട്. ആരാ? പുരോഹിതൻ. ഈ അർദ്ധപ്രാണനായ മനുഷ്യനെ നോക്കിയിട്ട് മൈൻഡ് ചെയ്താൽ പറ്റിയ പുള്ളി പോയത്. അച്ഛനെ വേണ്ടെങ്കിൽ അപ്പയാർക്കും വേണ്ടെന്ന് പറഞ്ഞ പോലെ ആ പുള്ളി ചെയ്തില്ല, അതൊന്നും ഞാനും ചെയ്യുന്നില്ല. തങ്ങളുടെ കാര്യങ്ങൾ, തങ്ങൾക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ പഴി പറഞ്ഞ് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽ അവർ ചെയ്യുന്നില്ല, എന്നാൽ അവർ മറ്റുള്ളവരെ പഴി പറയുന്നു. അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ? അവനങ്ങനെ പറഞ്ഞതുകൊണ്ട്, അവളിങ്ങനെ പറഞ്ഞതുകൊണ്ട്, അവളങ്ങനെ ചെയ്തത്, അതുകൊണ്ട് ചെയ്യുന്നില്ല. ചില പറയാറില്ലേ, ആ കല്യാണത്തിന് നമ്മൾ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര പവൻ കൊടുക്കുമായിരുന്നു, ഞാൻ അതിനു വേണ്ടി കുറച്ച് കാശ് ഉണ്ടാക്കി വെച്ചത്, പക്ഷെ അവൻ്റെ വിളി ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ടില്ലേ? എന്തുവാ ഇവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വമാ, ഇവൻ ചെയ്തില്ല.
അതിനാരെ വഴി പറഞ്ഞത്? വിളിക്കാൻ വന്നവന്. അപ്പോൾ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ അതിനെ മറ്റുള്ളവരെ പഴി പറയുന്ന ആളുകളുടെ അങ്ങനെയുള്ളൊരു കൂട്ടരുണ്ട്. പിന്നത്തെ ഒരാളാരായിരുന്നു? ശമര്യനായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? തനിക്കുള്ളതിനെ പങ്കുവച്ചു, അല്ലേ? അതേ ഏതെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി പോകുന്ന മനുഷ്യനായിരിക്കും. അപ്പോൾ വഴി ഒരാൾ മുറിവേറ്റ് കിടക്കുന്നത്, ആ മനുഷ്യനെ താങ്ങി പിടിച്ച് എഴുതപ്പുറത്ത് കിട്ടാവുന്ന എത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മുറിവേറ്റ് കിടക്കുന്നവൻ്റെ രക്തക്കറ ഈ മനുഷ്യൻ്റെ കുപ്പായത്തെ പറ്റിയിട്ടുണ്ടാവും. അതിൻ്റെ സമ്പത്ത്, അതിൻ്റെ സമയം, അതിൻ്റെ ആരോഗ്യം, ഇതെല്ലാം ചെലവിട്ടെങ്കിലാണ് ഈ മനുഷ്യനെ ഗതികൾ നിലകളിൽ ഒന്ന് സഹായിക്കാൻ കഴിയുള്ളൂ. തനിക്കുള്ളത് പങ്കുവയ്ക്കുന്ന ഒരു നല്ല മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, മുറിവേറ്റ് കിടക്കുന്ന സമൂഹത്തെ ശുശ്രൂഷിപ്പാനായിട്ട് നിനക്ക് നിൻ്റെ സമയം ചിലവഴിക്കാൻ കഴിയുന്നുണ്ടോ? നിൻ്റെ സമ്പത്തോ താലന്തുകളോ നിൻ്റെ പദവികളോ ഒക്കെ ഈ മുറിവേറ്റ് കിടക്കുന്ന സമൂഹത്തെ ശുശ്രൂഷിപ്പാനായിട്ട് നിനക്ക് ചിലവഴിക്കാൻ കഴിയുന്നുണ്ടോ? നല്ലോണം പ്രസംഗിക്കാൻ കഴിവന്നിട്ടില്ലേ? നല്ലോണം പാടുവാൻ കഴിവന്നിട്ടില്ലേ? പ്രാർത്ഥിക്കാൻ കഴിവന്നിട്ടില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഈ മുറിവേറ്റ് കിടക്കുന്ന സമൂഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്പസമയം വേർതിരിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട്. നമ്മുടെ പ്രശ്നം സമയമില്ലെന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച എല്ലാ മനുഷ്യർക്കും, വൻകാര്യങ്ങൾ ചെയ്യുന്നവർക്കും ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ 24 മണിക്കൂറുള്ള ദിവസത്തിൽ, അല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി 26 മണിക്കൂർ 28 മണിക്കൂറും, ഉഴപ്പന്മാർക്ക് വേണ്ടി 22 മണിക്കൂർ 20 മണിക്കൂറൊന്നും അല്ല. എല്ലാവർക്കും 24 മണിക്കൂർ തമ്പരം കൊടുത്തിട്ടുള്ളൂ. ആ 24 മണിക്കൂറിൽ അവരവരുടെ ഉത്തരവാദിത്വം ചെയ്തുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണേ? ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്നവരെ ശുശ്രൂഷിപ്പാനായിട്ട് അവർക്കിട്ട് താഴ്ന്നുള്ള ഒരു വ്യാപാരം ചെയ്യുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ദൈവദാസന്മാർ പാടുകയും പ്രസംഗിക്കുകയും ദൈവനെ അറിയിക്കുകയും ചെയ്യുമ്പോൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായ ദൈവം നിങ്ങളെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. അത് അനേകർക്ക് ആശ്വാസമായി തീരട്ടെ. വിടുതലതിനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കുള്ളത് ഷെയർ ചെയ്യുവാൻ മനസ്സുണ്ടാകണം. അവിടെ ഏറ്റവും ഒടുവിൽ കാണുന്ന മറ്റൊരു പുള്ളിയുണ്ട്. അതാരാണ്? വഴിയമ്പലക്കാരനാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഒരു ശുശ്രൂഷിക്കും, പക്ഷേ അദ്ദേഹത്തിന് പ്രതിഫലമാണ്. പൈസ കിട്ടിയാൽ ചെയ്യാം. അങ്ങനെയുള്ള കുറേ ആൾക്കാരില്ലേ, ഈ ഞങ്ങൾ ഒരുപാട് സെമിനാറുകളൊക്കെ നടത്തുന്ന ആളുകളാണ്. പാസ്റ്റേഴ്സിന് വേണ്ടി സെമിനാർ നടത്താറുണ്ട്. പാസ്റ്റേഴ്സിന് വേണ്ടി, അതുപോലെ ഫാമിലികൾക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് നടത്താറുണ്ട്. പേഴ്സണൽ ഇവാഞ്ചലിസം ക്ലാസ്സുകൾ, ചർച്ച് ഗ്രോത്ത് സെമിനാറുകൾ, അങ്ങനെ പല നിലകളിലുള്ള മീറ്റിംഗുകൾ നടത്താറുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലരെ വിളിക്കും, അവർ ചോദിക്കും എന്ത് കിട്ടും എന്നുവെച്ചാൽ വണ്ടിക്കൂലിയും ഫുഡും കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. മാസങ്ങളോളം കുത്തിയിരുന്ന് വായിച്ചു പഠിച്ച് നോട്ട്സ് ഉണ്ടാക്കിയും പല വിഷയങ്ങളും പഠിച്ചിട്ട് ആ വിഷയം ആധികാരികമായി പഠിപ്പിക്കാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് 10 പേരെ വിളിച്ചു കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ചില മിടുക്കന്മാർ ചോദിക്കുക എന്ത് കിട്ടും. അവർക്ക് വേണ്ടത് ഞാൻ യോഗത്ത് വന്നിരിക്കാം, പോകുമ്പോൾ എനിക്ക് വണ്ടിക്കൂലിയും കിട്ടണം, ചിലവും കിട്ടണം. അങ്ങനെയുള്ള ഒരുപാട് പുള്ളികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, കാരണം എനിക്ക് അതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പലരെയും കേരളത്തിൻ്റെ പല ഭാഗത്ത് പോയിട്ട് ഉള്ള മീറ്റിംഗ് അറേഞ്ച് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോഴൊക്കെ കിട്ടിയിട്ടുള്ളതായ ഞങ്ങളെ ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ ഏതെങ്കിലും പരിചയമുള്ളൊരു ദിവാസനയോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ആ പ്രദേശത്ത് ആ ഒരു മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും വിളിച്ച് കൂട്ടിയിടക്കി കാരണം ചെയ്യുക. കാരണം അദ്ദേഹത്തെയും കൂട്ടിയിടക്കുമ്പോൾ ആ ദേശം ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇങ്ങനെ നിങ്ങൾ മീറ്റിങ്ങിന് വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും. അപ്പോൾ മീറ്റിങ്ങിന് വരുന്നതിനുണ്ട് അവന് വണ്ടിക്കൂലി കിട്ടണം, ചാപ്പാടും കിട്ടണം, അത്രേ ഉള്ളൂ. എല്ലാവരും അല്ല കേട്ടോ. കയ്യിൽ നിന്ന് കാശ് മുടക്കി മറ്റുള്ളവരെ കൂടെ കൂട്ടി കൊണ്ടുവന്നതായ ദിവാസന്മാരുണ്ട്. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ചിലവിന് വരുന്ന സമയത്ത് അവരിൽ കഴിയുന്ന സഹായം ചെയ്തു തന്ന ദിവാസന്മാരുണ്ട്. അതേസമയം ഇങ്ങനെ ചോദിക്കുന്ന നമ്മുടെ കൂടുതലുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് പറഞ്ഞു പോയത്. അപ്പോൾ എന്ത് കിട്ടും? വഴിയമ്പലക്കാരൻ ശുശ്രൂഷിക്കും, പക്ഷേ അതിന് കൂലി കിട്ടണം.
അപ്പോൾ ഇവരുടെ എല്ലാവരും സ്വഭാവം ഒന്ന് ഓടിച്ചു പറഞ്ഞാൽ ഒരുത്തൻ ദൈവകൃപ വിട്ട് ദൈവസാന്നിധ്യം വിട്ട് മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്ന ഒരുവൻ. നമ്മുടെ പേര് പറഞ്ഞാൽ പിന്മാറ്റക്കാരൻ അല്ലേ? നമ്മളിൽ ആരെങ്കിലും പിന്മാറ്റക്കാരായിട്ടുണ്ടോ? കർത്താവിൻ്റെ സന്നിധി വിട്ട് നമ്മളുടെ കൂട്ടായ്മ വിട്ട് ആരാധനയും പ്രാർത്ഥനയെല്ലാം ഒഴിവാക്കി അകന്നു മാറിയവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശത്രുവിനാൽ മുറിവേൽക്കപ്പെടുന്നതിന് മുമ്പേ ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവിനെ ബുദ്ധി ഉപദേശിക്കുകയാണ്. മറ്റുള്ളവരുടെ വസ്തുക്കൾ പിടിച്ചു പറിക്കുന്ന, അവർക്ക് ലഭിക്കേണ്ട പദവികളോ സ്ഥാനങ്ങളോ നന്മകളോ അവർക്ക് ലഭിക്കാതെ വണ്ണം പ്രവർത്തിക്കുന്ന, മോഷ്ടിക്കുന്ന, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഏതെങ്കിലും അനുഭവത്തിൻ്റെ കള്ളന്മാർ സ്വഭാവമുണ്ടെങ്കിൽ ആ കള്ള സ്വഭാവത്തെ ഗുഡ് ബൈ പറഞ്ഞ് മാനസാനപ്പെടുവാൻ ദൈവാത്മാവിനെ ബുദ്ധി ഉപദേശിക്കുന്നു. മറ്റ് എനിക്കുള്ളത് ഞാൻ ആർക്കും കൊടുക്കില്ല എന്നുള്ള മനോഹരത്തിലിരിക്കുന്നെങ്കിൽ എനിക്ക് തമ്പുരാൻ തന്നതൊക്കെ ദൈവനാമമുഖത്തിന് വേണ്ടി ജീവിത വ്യാപ്തിക്കായി ചെലവിടുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. മറ്റുള്ളവരെ പഴി പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്നും വഴിമാറി പോകുന്ന ആളുകളുണ്ടെങ്കിൽ ആ പഴി വരുന്ന സംഭവം നടത്തിയിട്ട് ഉത്തരവാദിത്തങ്ങൾ നിലവിടെ നിവർത്തിക്കുവാൻ നിന്നെയും ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ശബരിക്കാരനെ പോലെ മുറിവെട്ടി കിടക്കുന്നതിന് വേണ്ടി സമയങ്ങളെ, താലന്തുകളെ, നന്മകളെ വ്യാപനം ചെയ്യുവാനായിട്ട് നമ്മൾ സമർപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വഴിയമ്പലക്കാരനെ പോലെ കൂലി കിട്ടിയാൽ ശുശ്രൂഷ എന്നുള്ളതല്ല, പ്രതിഫലം വെച്ച് വിടാതെ സേവിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പദങ്ങളെ വായിക്കുമ്പോൾ നമ്മുടെ വീഴ്ചകളെ ദൈവാത്മാവ് ബോധ്യമാക്കി തന്നു കരുതുന്നു. തെറ്റുള്ള ദിവസത്തിലേറ്റ് പറഞ്ഞുകൊണ്ട് ബുദ്ധി ക്രമീകരണത്തോടെ ദൈവത്തെ സേവിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, നൽകിയ സന്ദേശനായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെന്ന് കാണുവാൻ കർത്താവ് നിങ്ങളെ സഹായിച്ചല്ലോ. എൻ്റെ വീഴ്ചകളെ മനസ്സിലാക്കി തിരുത്തി സന്നിധാനത്തിൽ വിശ്വസത്തോടെ ഞങ്ങളെ സേവിപ്പാൻ കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ലഭിച്ച താലന്തുകൾ, എനിക്ക് ലഭിച്ച സമയങ്ങൾ, നമുക്ക് കിട്ടിയ മറ്റ് നന്മകളെല്ലാം തന്നെ ഒരു വീട്ടിൽ കിട്ടുന്ന ജനത്തിന് വേണ്ടി ശുശ്രൂഷിപ്പാനായി, സഹായിപ്പാനായി, ആശ്വസിപ്പാനായിട്ട് ചെലവഴിപ്പാൻ തുറങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെല്ലാം കൂടെ അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തിപരമായ ആവശ്യങ്ങളുമേൽ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുമേലെല്ലാം കൂടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും എൻ്റെ നന്മേനുമേ പ്രസംഗം സഹായിക്കുകയും ചെയ്യുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിനെ വരും താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് അതിൻ്റെ വിസ്താരം ചെറിയ സൂക്ഷിക്കണേ. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനം നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.